ട്രിച്ചി സിറ്റിയിൽ നിന്നും പാറക്കോട്ട എന്ന് വിളിക്കുന്ന മലക്കോട്ടൈ കാണാനായി നാം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദാരിദ്ര്യം വിളിച്ചോതുന്ന സാഹചര്യവും വീതി കുറഞ്ഞ റോഡുകളും റോഡരികിൽ തലങ്ങും വിലങ്ങും പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങളും യാത്ര ദുഷ്കരമാക്കുന്നു. എതിർദിശയിൽ നിന്നും വാഹനങ്ങൾ വന്നാൽ പിന്നെ കുറേ സമയത്തേക്ക് ബ്ലോക്കാകും മുന്നോട്ടുള്ള യാത്ര. റോഡരികിൽ നിറയെ ചവറുകൾ എങ്ങും കാണാവുന്നതാണ്. അങ്ങനെ നന്നേ കഷ്ടപ്പെട്ട് കാർ ഇപ്പോൾ മലക്കോട്ടയുടെ പ്രധാന കവാടത്തിനരികിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നാം യാത്ര ചെയ്യുന്ന റോഡരികിൽ ഉടനീളം നല്ല നല്ല കളറുകളിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന മനോഹരമായ ചെറിയ ചെറിയ അമ്പലങ്ങളും കോവിലുകളും കാണാവുന്നതാണ്. അങ്ങനെ നാം യാത്ര ചെയ്ത് ഇപ്പോൾ മലക്കോട്ടൈ കോവിലിന് മുൻവശത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയും പഴയ കാല കെട്ടിടങ്ങളും വീതി കുറഞ്ഞ റോഡുകളും റോഡരികിലെങ്ങും തലങ്ങും വിലങ്ങും പാർക്ക് ചെയ്തിരിക്കുന്ന ടൂ വീലറുകളും മറ്റു വാഹനങ്ങളുമാണ് നമുക്ക് കാണാൻ സാധിക്കുക. തീരെ വൃത്തിയില്ലാത്ത സാഹചര്യമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. ദൂരെ നിന്നും നമുക്ക് മലക്കോട്ടയിലേക്ക് കയറി പോകാനുള്ള വഴിയുടെ ആരംഭം കാണാവുന്നതാണ്. കാറ് അങ്ങനെ മലക്കോട്ടയുടെ മുകളിലേക്കുള്ള സ്റ്റെപ്പുകളുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. കാർ നിയന്ത്രിക്കാനായി ഒപ്പം മറ്റു വാഹനങ്ങളെ കൂടി നിയന്ത്രിക്കാനായി റോഡരികിൽ സ്റ്റോപ്പറുകളും സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ മലക്കോട്ടയുടെ പ്രധാന കവാടം കടന്ന് കാർ പാർക്ക് ചെയ്യാൻ വേണ്ടി കുറേ ദൂരം മുന്നോട്ടോടി റോഡരികിൽ കൊണ്ടുപോയി മറ്റാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ കാർ പാർക്ക് ചെയ്തതിന് ശേഷം തിരികെ എത്തി മലക്കോട്ടയുടെ മുകളിലേക്ക് സ്റ്റെപ്പുകൾ ഓരോന്നായി കയറാൻ തുടങ്ങി. ഏതാണ്ട് 413 പടവുകൾ കയറണം മലക്കോട്ടയുടെ മുകളിലെത്താൻ വേണ്ടി. അങ്ങനെ ഓരോ പടവുകളും കയറുമ്പോൾ ഞാൻ മലക്കോട്ടയുടെ ചരിത്രമാണ് ഓർത്തുകൊണ്ടിരിക്കുന്നത്. തിരുച്ചിറപ്പള്ളി പാറക്കോട്ട പ്രാദേശികമായി മലക്കോട്ട എന്നാണ് അറിയപ്പെടുന്നത്. പുരാതന പാറയിൽ നിർമ്മിച്ച ക്ഷേത്രങ്ങളുണ്ട് ഇവിടെ. അകത്ത് പ്രധാനമായും 2 ഹിന്ദു ക്ഷേത്രങ്ങളാണ് ഉള്ളത്. അത് ഉച്ചിപ്പിള്ളയാർ ക്ഷേത്രവും തായുമന സ്വാമി ക്ഷേത്രവും ആണ്. പല്ലവ കാലഘട്ടത്തിലെ പ്രശസ്തമായ ഗണേശ ക്ഷേത്രവും മധുര നായ്ക്ക് കാലത്തെ കോട്ടയും മറ്റ് പ്രാദേശിക വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ആണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. മധുരൈ നായ്ക്കരും ബിജാപൂരിലെ ആദിൽ ഷാഹി രാജവംശവും കർണാടക മേഖലയിലെ മറാത്ത സാമ്രാജ്യത്വ സേനയും തമ്മിലുള്ള ഘോരമായ യുദ്ധങ്ങൾക്ക് ഈ കോട്ട സമുച്ചയം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. കർണാടകയുടെ യുദ്ധ സമയത്ത് ഈ കോട്ട ഒരു പ്രധാന പങ്ക് വഹിച്ചു. ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അടിത്തറ പാകാൻ സഹായിച്ചു. റോക്ക് ഫോർട്ട് നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളം കൂടിയാണ്. ആദ്യം വിജയനഗര സാമ്രാജ്യത്തിലെ ചക്രവർത്തിമാരും പിന്നീട് കർണാടക യുദ്ധകാലത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യവും ഇവിടെ നിർമ്മിച്ച പതിവ് സൈനിക കോട്ടകളിൽ നിന്നാണ് റോക്ക് ഫോർട്ട് എന്ന നാമം ഈ കോട്ടയ്ക്ക് ലഭിക്കുന്നത്. അങ്ങനെ പടവുകൾ ഓരോന്നായി കയറി നാം റോക്ക് ഫോർട്ടിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ തുറസായ ഭാഗത്ത് നിന്നാൽ ട്രിച്ചി സിറ്റി നമുക്ക് കാണാവുന്നതാണ്.
ഇവിടെ നിന്നും മുകളിലേക്ക് കയറിയാണ് നാം ഉച്ചപ്പിള്ളയാർ കോവിലിലേക്ക് പോകേണ്ടത്. ഇവിടെ നിന്നും നാം നോക്കുമ്പോൾ തൃച്ചി എന്ന മഹാനഗരം നമ്മുടെ കണ്ണിൽപ്പെടുകയായി. ഒപ്പം തന്നെ വളരെ വിസ്താരമായി പരന്നൊഴുകുന്ന കാവേരി നദിയും കാവേരിക്ക് കുറുകെയായി നിർമ്മിച്ചിരിക്കുന്ന അനേകം പാലങ്ങളും റെയിൽ പാലങ്ങളും അതുപോലെ തന്നെ കാവേരി നദിക്ക് കുറുകെയായി നിർമ്മിച്ചിരിക്കുന്ന കല്ലണൈ അണക്കെട്ടും നമുക്ക് കാണാവുന്നതാണ്. ഒപ്പം തന്നെ ട്രിച്ചി സിറ്റിയിൽ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും നിർമ്മിച്ച അനേക ദേവാലയങ്ങളും മറ്റനേകം കോവിലുകളും അമ്പലങ്ങളും നമുക്ക് ഇവിടെ നിന്നും മനോഹരമായി കാണാവുന്നതാണ്. ഒപ്പം അവിടെ ഇവിടെയായി തലപൊക്കി നിൽക്കുന്ന മോസ്കുകളും നമ്മുടെ ദൃഷ്ടിയിൽപ്പെടുന്നു. തൃച്ചി സിറ്റി ഏതാണ്ട് 10 കിലോമീറ്റർ ചുറ്റളവിൽ പരന്നു കിടക്കുന്ന ഒരു മഹാനഗരം കൂടിയാണ്. ഇതിൻ്റെ വളരെ മനോഹരമായ ഒരു നേർക്കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്നും ലഭിക്കുക. അങ്ങനെ തൃച്ചി സിറ്റിയുടെ നേർക്കാഴ്ച നാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആകാശത്ത് മേഘം ഉരുണ്ടുകൂടിക്കൊണ്ടിരുന്നു. മഴ പെയ്യാനുള്ള എല്ലാ സാധ്യതയും മുന്നിൽ തെളിഞ്ഞു വന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ നാം കാണുന്നതാണ് ഉച്ചിപ്പിള്ളയാർ ക്ഷേത്രത്തിൻ്റെ മകുടം. അവിടെ ഫോട്ടോഗ്രാഫിയോ വീഡിയോഗ്രാഫിയോ ഒന്നും അനുവദനീയമല്ല. അതുകൊണ്ട് അവിടെ നിന്നുള്ള നേർക്കാഴ്ചകൾ ലഭിക്കാൻ ബുദ്ധിമുട്ടുമാണ്. അങ്ങനെ ഉച്ചിപ്പിള്ളയാർ ക്ഷേത്രം കണ്ടതിന് ശേഷം നാം ഇപ്പോൾ തിരിച്ചിറങ്ങുകയാണ്. തിരിച്ചുള്ള യാത്രാമധ്യേ പകുതിക്ക് ശേഷമാണ് നാം വലത്തേക്ക് തിരിഞ്ഞ് മറ്റൊരു ക്ഷേത്ര സമുച്ചയം കാണാൻ വേണ്ടി പോകുന്നത്. ഈ ക്ഷേത്ര സമുച്ചയവും ഈ കോട്ടയ്ക്കുള്ളിൽ വളരെ അത്ഭുതകരമായി നിർമ്മിച്ച ഒന്നാണ്. വളരെ വിശാലമായി കല്ലിൽ കൊത്തിയെടുത്ത തൂണുകളും മേൽക്കൂരകളും അതുപോലെ തന്നെ ദേവീദേവന്മാരെ കുടിയിരുത്തിയിരിക്കുന്ന അനേകം കൊച്ചു കൊച്ചു കോവിലുകളും മണ്ഡപങ്ങളും ഒക്കെ നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. കരിങ്കല്ലിൽ കൊത്തിയെടുത്തിരിക്കുന്ന അത്ഭുതകരമായ ഓരോ തൂണുകളും ഓരോ അത്ഭുതമെന്ന് തന്നെ നാം പറയേണ്ടി വരും. കാരണം പണ്ടുകാലത്തെ ശില്പികളുടെ കരചാതുര്യം വിളിച്ചോതുന്ന ചിത്രപ്പണികളാണ് ഓരോ കൽത്തൂണുകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ക്ഷേത്ര സമുച്ചയത്തിനുള്ളിലായി അനേകം ഹാളുകളും ദേവാലയങ്ങളും മണ്ഡപങ്ങളും യാത്രികർക്ക് വിശ്രമിക്കാനായി ഉള്ള അനേകം സ്ഥലങ്ങളും ഇവിടെ പ്ലാൻ ചെയ്ത് ഒരുക്കിയിരിക്കുന്നു. ഒപ്പം തന്നെ ഓരോ ക്ഷേത്രത്തിലും ഓരോ ദേവീദേവന്മാരെ കുടിയിരുത്തിയിരിക്കുന്ന മണ്ഡപങ്ങളിലും പൂജാരിമാർ എന്നും പൂജ നടത്തുകയും അതുപോലെ തന്നെ വരുന്ന യാത്രികർക്കും ഒപ്പം വിശ്വാസികൾക്കും പ്രസാദവും മറ്റ് തൊഴുതാനുള്ള എല്ലാ സൗകര്യവും അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. ക്ഷേത്രത്തിനുള്ളിൽ കറങ്ങി നടന്ന് എല്ലാ ദൃശ്യങ്ങളും ക്യാമറയിൽ പകർത്തി ഒപ്പം എല്ലാ മണ്ഡപങ്ങളിലും സന്ദർശിച്ച് നാം ഇപ്പോൾ തിരികെ ക്ഷേത്രത്തിൽ നിന്നും താഴേക്ക് പടവുകൾ താണ്ടി ഇറങ്ങുകയാണ്.